ഞാൻ ഈ കോൺസെപ്റ്റ് ഗോപികയുടെ അടുത്ത് പറഞ്ഞതോ, ഗോപിക ആദ്യം പറഞ്ഞു നമുക്ക് കുറെ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ വെച്ചു കൊടുത്തിട്ടില്ല, അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ സാരി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് 2-3 സാരി ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും. സായി ചേട്ടന്റെ ചെവിയിൽ സാരി വാങ്ങാതാണ് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ എന്തായാലും അവിടെ നിന്നും ഒരു സെയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നായിരിക്കും. അതെ, ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക, നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക. അത് എന്റെ വീടാണ് തോന്നുമ്പോഴാണ്. അച്ഛനോടും അമ്മയോടും ഇഷ്ടം വരുന്നത് അത് എന്റെ അച്ഛനും അമ്മയായതുകൊണ്ടാണ്. ഭാര്യയോട് ഇഷ്ടം വരുന്നത് എന്റെ ഭാര്യ ആയതുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത്. ഓർക്കുക, ശ്രീഗണപതിയിൽ നിന്ന് മേടിക്കുന്ന ഓരോ സാരിയും മറ്റൊരാൾക്ക് ഒരു പിടി മണ്ണ് സ്വന്തമാക്കാനുള്ള അവസരമാണ്. So once again, good evening ladies and gentlemen. And Identity presents Land for Hope, powered by Sri Ganapati Group. തല ചായ്ക്കാൻ സ്വന്തമായി ഭൂമി, ലാൻഡ് ഫോർ ഹോപ്പ്. ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായ ഒരു ഭൂമി, അതിലൊരു വീട് എന്നത്. അപ്പൊ അതിന്റെ ആദ്യ പടിയായി തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീട് വെക്കുവാൻ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് എറണാകുളം ജില്ലയിൽ 3 സെന്റ് വീതം ഭൂമി നൽകുന്ന ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്കാണ് ഇന്നേ ദിവസം നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളും ഒപ്പം തന്നെ മറ്റെല്ലാവരും മീഡിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വന്നു ചേർന്നിരിക്കുന്നത്. ഈ മനോഹരമായ സായം സന്ധ്യയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹപൂർവ്വം ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് കൈയടിക്കാൻ നമ്മൾ തന്നെയുള്ളൂ. നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നീലകണ്ഠൻ നമ്പീശൻ, ഫിലിം പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊജക്ട് ഡിസൈനർ ആൻഡ് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ ബാദുഷ NM എന്നിവരുടെ നേതൃത്വത്തിലാണ് ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ആൻഡ് ഈ പദ്ധതിയുടെ ചീഫ് പ്രോഗ്രാം ഡയറക്ടറായി അശ്വതി നീലകണ്ഠൻ, ക്യാമ്പയിൻ കോർഡിനേറ്റർ മനു ഭാനു വിക്രമൻ എന്നിവരും ഈ പദ്ധതിയുടെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ ഒരു പദ്ധതി ഒരുപാട് പ്രതീക്ഷകൾക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു പദ്ധതി തന്നെയാണ്. അപ്പം വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ പദ്ധതി, എങ്ങനെയാണ് നമ്മൾ ഇത് പ്രാവർത്തികമാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിന്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും. ആൻഡ് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇന്നൊരു വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഇന്നിവിടെ നടത്തുന്നുണ്ട്. അപ്പം വൈകിയ വേളയാണെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ആഘോഷത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒഫീഷ്യലി നമ്മൾ സ്വാഗതം ചെയ്യുന്ന ചടങ്ങിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല, ഒരു ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല. സിനിമാക്കാരുടെ ഇടയിലാണെങ്കിലും സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാദുഷ NM. നിറഞ്ഞൊരു കൈയടിയോട് കൂടെ തന്നെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So I would like to welcome ബാദുഷ NM, the film producer, project designer, project engineer. So let me welcome him onto the stage. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതിലും കുറച്ച് സമയം വൈകി, കുറച്ചല്ല നല്ല സമയം വൈകി. അത് പെട്ടെന്നായിരുന്നു ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന ലുലു മാളിൽ പെട്ടെന്ന് വന്നപ്പോൾ അവരൊന്നും കുറേ ഗസ്റ്റുകളെല്ലാം ഇങ്ങോട്ട് എത്താനുണ്ട്, മീഡിയക്കാരും ഒക്കെ എത്താനുള്ളത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ലേറ്റ് ആയത്. അതിനെല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ പറയുന്നു. ഗണപതി ട്രസ്റ്റിൻ്റെ ശ്രീ ഗണപതി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ നമ്പീശൻ ചേട്ടനുമായിട്ട് എനിക്കൊരു 8 വർഷം മുമ്പുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം ഒരു സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനുമായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത്. ഞങ്ങളൊരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ആ സമയത്ത് ആ പടം നടക്കാതെയൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമായിട്ട് തുടരുകയായിരുന്നു. ഈ സമയത്താണ് ഒരു 3 മാസം മുമ്പ് നമ്പീശൻ ചേട്ടൻ എന്നെ ഒന്ന് കാണുകയും നമ്മളിങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യാൻ ഒരുപാട് മനസ്സുള്ള വ്യക്തിയാണെന്ന് എനിക്ക് പണ്ട് പോലെ അറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പദ്ധതി പറയുകയും ലാൻഡ് ഫോർ ഹോം, അതായത്
കേരളത്തിൽ സ്ഥലമില്ലാത്ത, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് 3 സെന്റ് സ്ഥലം വെച്ച് നമ്മൾ എറണാകുളം ജില്ലയിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ ആ ആശയം കൊള്ളാമെന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഈ 3 മാസത്തിനുള്ളിൽ നടന്ന കുറേ ചർച്ചകളും അതിനെ പറ്റിയുള്ള റിസർച്ചുകളും എല്ലാം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അവസാനം അതിൻ്റെ ഉദ്ഘാടന വേളയിലോട്ട് നമുക്കിന്ന് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയിലോട്ട്, ഇതിൻ്റെ ഉദ്ഘാടന വേളയിലോട്ട് ഒരുപാട് പേര് നമ്മളോട് ഇന്ന് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഇടുക്കിയിലോട്ട് കൊണ്ടൊരു ആവശ്യം വന്നുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അതുപോലെ ഗോപാലം സാറും വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു പ്രോഗ്രാം വന്നുകൊണ്ട് വരാൻ പറ്റിയില്ല. ജനപ്രതിനിധികളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഈ പരിപാടിയിലോട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സായി ചേട്ടനും ബിന്ദു ചേച്ചി, അവർക്ക് തന്നെ ആദ്യം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതുപോലെ ശ്രീ ഗണപതി ഗ്രൂപ്പിനോടൊപ്പം തന്നെ പോളോട് ചേർന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനലാണ് നമ്മുടെ മീഡിയ പാർട്ണറായിട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നമുക്ക് ആൻഡോ സാറിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അമ്മയുടെ ഒരു ചടങ്ങായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എന്നാലും അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജീവ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജീവ് സാറിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ അധികം സമയം കളയുന്നില്ല, ഒരുപാട് ലേറ്റായതാണ്. എന്നാലും നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിംഗിളേട്ടൻ, റൂമ, ദാസേട്ടൻ, അനൂപ, നിത, ഞാൻ പറഞ്ഞോളാം, വിജീഷ്, നയൻതാര, പിന്നെ നമ്മുടെ ഋദ്ധി വിശാല്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ ഇവരെല്ലാവരെയും ഞാൻ ഈ ഉദ്ഘാടന വേളയിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഫോർ ഹോപ്പിന്റെ പേരിൽ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതിൻ്റെ രാമനാഥപുരം പാലസ് ട്രസ്റ്റി ഡോക്ടർ രാധമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. രാധമ്മയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പദ്ധതിയുടെ വിജയത്തിനായി ഞങ്ങളോട് സഹകരിക്കുന്ന ചെങ്കൽവാരായ സോമു സാറിനെയും ഞാൻ ഈ ഫംഗ്ഷനിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, നമ്മളോട് സഹകരിക്കാൻ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ GP-യും ഗോപികയുമാണ്. അവർ രണ്ടുപേരോടും ഞങ്ങൾ ഈ കാര്യം പോയി പറഞ്ഞപ്പോൾ ഒന്നും നോക്കാനില്ല, എല്ലാ കാര്യത്തിനും കൂടെയുണ്ട് എന്ന് ഞങ്ങളോട്, എല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നോളാമെന്ന് ഉറപ്പ് തന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി അവർ രണ്ടുപേരും ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടുപേരെയും ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട്, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് വാദിക. ആൻഡ് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒഫീഷ്യലി ഇവിടെ സ്വാഗതം ആശംസിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാതെ നമ്മളുടെ ബാധുക്കയെ കൂടെ ഈ ഒരു ആഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മളുടെ എന്താണ് ഈ പദ്ധതി, ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി എന്തിനു വേണ്ടിയാണ്, എങ്ങനെയൊക്കെയാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ചെറിയ പ്രസൻറ്റേഷൻ ആണ് ഇനി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇത് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പദ്ധതിയുടെ ചീഫ് പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള ശ്രീമതി അശ്വതി നീലകണ്ഠനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വതി നീലകണ്ഠൻ. ശ്രീഗണപതി ഗ്രൂപ്പിൻ്റെ ലാൻഡ് ഫോർ ഹോപ്പ് പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ശ്രീഗണപതി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ നീലകണ്ഠൻ നമ്പീശനും
സിനി പ്രൊഡ്യൂസർ ശ്രീമാൻ ബാദുഷയും സംയുക്തമായി ഭൂമി ഇല്ലാത്തവർക്കായി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലാൻഡ് ഫോർ ഹോപ്പ്. ഇനി ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അർഹതപ്പെട്ട 500 പേർക്ക് എറണാകുളം ജില്ലയിൽ 3 സെന്റ് സ്ഥലം വീതം നൽകണം എന്നുള്ളതാണ്. അതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ഭൂമി നൽകുന്നത്. എങ്ങനെ നമുക്ക് ഈ ഭൂമി കൊടുക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ കാഞ്ചീപുരം സാരി 3000 രൂപയ്ക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത്. നമ്മൾക്ക് കാഞ്ചീപുരം സാരി ഈ ഒരു ചെറിയ റേറ്റിൽ കിട്ടുന്നത് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി സോഴ്സ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് പ്യുവർ ഹാൻഡ്ലൂം സാരി നമ്മൾക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഓർക്കുക, ശ്രീഗണപതിയിൽ നിന്ന് മേടിക്കുന്ന ഓരോ സാരിയും മറ്റൊരാൾക്ക് ഒരു പിടി മണ്ണ് സ്വന്തമാക്കാനുള്ള അവസരമാണ്. ഇനി ഈ പ്രൊജക്റ്റിന്റെ ബാക്ക് ബോൺ, ദ മാൻ ബിഹൈൻഡ് ദ വിഷൻ, ശ്രീ നീലകണ്ഠൻ നമ്പീശൻ. അദ്ദേഹത്തിന്റെ 25 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ലാൻഡ് ഫോർ ഹോപ്പ് പ്രൊജക്റ്റ്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം ശ്രീമാൻ ബാദുഷ. ആള് നമ്മുടെ പ്രൊജക്റ്റിന്റെ മറ്റൊരു വലിയ ശക്തിയാണ്. ഇനി ഞങ്ങളുടെ മറ്റു ടീമുകളെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നീലകണ്ഠൻ നമ്പീശൻ, മാനേജിംഗ് ഡയറക്ടർ, ശ്രീഗണപതി ഗ്രൂപ്പ്. NM ബാദുഷ, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ലീഡ്. ഡോക്ടർ R രാധേ, രാമേശ്വരം പാലസ് ട്രസ്റ്റി. അശ്വതി K നീലകണ്ഠൻ, ചീഫ് പ്രോഗ്രാം ഡയറക്ടർ. മനു ബാനു വിക്രമൻ, ക്യാമ്പയിൻ കോർഡിനേറ്റർ. പിന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും, ഞാൻ പ്രത്യേകം ഒട്ടും പേരെടുത്ത് പറയേണ്ടാത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഫാമിലിയിലെയും ഒരു അംഗമായിട്ടുള്ള ആൾക്കാരാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക ചേച്ചിയും. ഗോവിന്ദ് പത്മസൂര്യ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, GP ചേട്ടനുള്ളത് വളരെ വായിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരായതുകൊണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ ഫേസ്. ഇനി നമ്മുടെ മറ്റൊരു വിശേഷം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മീഡിയ പാർട്ട്ണർ റിപ്പോർട്ടർ ചാനലാണ്. ഇന്നത്തെ വലിയൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് 100 പേർക്കുള്ള ഭൂമി സ്പോൺസർ ചെയ്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുകയാണ്. സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ആക്ട്. ഓക്കെ, ഞാൻ ചുരുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കുക, ഇതൊരു സഹായമല്ല, ഇതെല്ലാം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കണക്കാക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു അശ്വതി, താങ്ക് യു വെരി മച്ച്. ആൻഡ് അശ്വതിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിവിടെ പ്രസന്റ് ചെയ്യുക, എത്രത്തോളം പറയുന്നത് മനസ്സിലാകും. കാരണം ഈ ഒരു 3000 രൂപയുടെ കാഞ്ചീപുരം സാരി വാങ്ങുന്നതിലൂടെ ഒരു വലിയ സ്വപ്നത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും ഭാഗമാകുന്നത് എന്നൊരു വലിയ കാര്യമാണ് അശ്വതി ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പം ആ ഒരു പ്രസന്റേഷന് നമുക്കൊരു സ്പെഷ്യൽ കൈയടി തീർച്ചയായിട്ടും അശ്വതിക്ക് കൊടുക്കാം. ആൻഡ് താങ്ക് യു വെരി മച്ച് അശ്വതി. ആൻഡ് നൗ ഇനി നമ്മളുടെ ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഭദ്രദീപം തെളിയിച്ചാണ് നമ്മളിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ നിലവിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി ഈ ഒരു വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും ഐശ്വര്യത്തോടു കൂടി എല്ലാവരും വന്ന് ചേർന്നിരിക്കുമ്പം ഒരു പ്രസന്നതയോട് കൂടി ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സായികുമാരേട്ടനും അതുപോലെ തന്നെ ബിന്ദു ചേച്ചിയുമാണ് ഏറ്റവും ബഹുമാനത്തോടു കൂടി ആദ്യമായി തന്നെ ഈ ഒരു വേദിയിലേക്ക് വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പൊ നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. അതോടൊപ്പം തന്നെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി നമ്മളുടെ ബ്രാൻഡ് അംബാസിഡർ GP അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരുടെ ബഹുമാനത്തോടും കൂടി തന്നെ I would like to welcome ഗോവിന്ദ് പത്മസൂര്യ on stage.
നമസ്കാരം. ലാൻഡ് ഫോർ ആ ഒരു ഹോപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം. അപ്പം അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് കൃത്യമായി 100% അർഹരായവരെ തിരഞ്ഞെടുത്ത് ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്പീശനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇതേപോലത്തുള്ള ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ സായനത്തിൽ ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാനില്ലാതെ ഇവിടെ വരാൻ സാധിച്ചത്. അവരുടെ ആ സതുദ്ദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിനർഹരാകുന്നവർക്ക് മുൻകൂട്ടി ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. താങ്ക് യു. ആൻഡ് വേദിയുടെ സെന്ററിലേക്ക് ഒന്നുകൂടി ഒന്ന് നിൽക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനം എന്നോണം ഒരു പൊന്നാട തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊന്നാട നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ബാദുക്കയെയും നമ്പീശൻ ചേട്ടനെയുമാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഇരുവർക്കും ഈ ഒരു വേദിയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു പൊന്നാട ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വരികയും ഒപ്പം തന്നെ ലോഗോ ലോഞ്ചിങ് നിർവഹിക്കുകയും ചെയ്ത സായ് കുമാരേണ്ണും ബിന്ദു ചേച്ചിക്കും സ്നേഹത്തിന്റെ ഒരു പൊന്നാട ഇവിടെ നൽകുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാട്ടെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്. ഹൃദയം നിറഞ്ഞ ഒരു കയ്യടി ഈ ഒരു വേദിയിൽ നമുക്ക് നൽകാം. താങ്ക് യു വെരി മച്ച്. രണ്ടുപേർക്കും ഇനി തിരികെ സീറ്റിലേക്ക് ചെന്നിരിക്കാവുന്നതാണ്. ഒത്തിരി സന്തോഷം, ഒരുപാട് ബഹുമാനവും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നതിൽ. ആൻഡ് അടുത്തതായി നമ്മൾ ഈ ഒരു വേദിയിൽ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെബ്സൈറ്റ് ലോഞ്ചിങ്ങിലേക്കാണ് കടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വെബ്സൈറ്റ് ലോഞ്ചിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇവിടെ ഉള്ളപ്പം വേറെ ആരെയാണല്ലേ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. സോ ലെറ്റ് മീ വെൽക്കം ദി വെരി ഹാൻഡ്സം GP ഓൺ സ്റ്റേജ്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട GPയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെബ്സൈറ്റ് ആൻഡ് ഇപ്പോൾ മുതൽ നമ്മൾ ലൈവായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓൺ ആയിരിക്കുകയാണ്. landforhope.in sriganapathy.com എന്ന 2 വെബ്സൈറ്റുകളാണ്. സോ GP ചേട്ടാ, ഒരുപാട് സന്തോഷം. എനിക്കറിയാം കുറച്ചധികം തിരക്കുകളിൽ നിന്നാണ് ഓടി ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതും. ആൻഡ് ഈ ഒരു മൊമെന്റിൽ 2 വാക്ക് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോപികയും ഞാനും ചേർന്ന് ലോഞ്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റാണിത്. ഇന്ന് ഗോപികയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരൊറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. അതാണ് ഞാനും ഇവിടെ കുറച്ച് ലേറ്റ് ആയത്. എന്തൊക്കെയോ അർജുന അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ടെന്ന് വരാൻ പറ്റില്ല, ഇവിടെയുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാദുക്ക എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കിതൊരു വലിയ തിരിച്ചറിവായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ 3 സെന്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിൻ്റെ വേണ്ടി ഒരു പദ്ധതിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും സന്നാഹം അതിനു വേണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ? അപ്പം ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കൊക്കെ ഒരേ ഉത്തരം തിരിച്ചു വരുന്നത്, നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചിന്താഗതിയെ കുറിച്ച് ഞാൻ ആലോചിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു പ്രൊജക്റ്റാക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫങ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് പാതുക്കനോട് പറഞ്ഞു, പതുക്കെ ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്, എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടുന്നത്. അപ്പൊ എൻ്റെ ആൾക്കാർ കളിയാക്കും, ഈ എൻവയോൺമെന്റൽ ഡേന് മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടിപ്പോ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടൽ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ പറയുന്ന ആളുകൾ എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത്. അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടായതുകൊണ്ട് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ്. അത് ഗംഭീര ഇൻസ്പിറേഷനാണ്. അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടി അർഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക. നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക, അത് എൻ്റെ വീടാണ് തോന്നുമ്പോഴാണ്. അച്ഛനോടും അമ്മയോടും ഇഷ്ടം വരുന്നത് അത് എൻ്റെ അച്ഛനും അമ്മയായതുകൊണ്ടാണ്. ഭാര്യയോട് ഇഷ്ടം വരുന്നത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത്. ഈ സമൂഹം എൻ്റെയാണ്, ഈ ആളുകളൊക്കെ എൻ്റെയാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക്, ആ ഒരു വലിയ തത്വത്തിലേക്ക് എളുപ്പമല്ല യാത്ര ചെയ്യാൻ, പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാകുമ്പോൾ അത് സംഭവിക്കുന്നു. ഇങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു പ്രൊജക്ടിന്റെ ആവാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു അവസരം ഇങ്ങനൊരു പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ആവാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി ഞങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല, ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ബ്രാൻഡ് അംബാസിഡർ എന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്വന്തം എന്നൊരു രീതിയിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതിന് കൂടുതൽ സ്നേഹം തോന്നുന്നത്. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി നമ്മുടെ വെബ്സൈറ്റിലൂടെ ആദ്യം പർച്ചേസും GB ചേട്ടനിലൂടെ തന്നെ നടക്കുമെന്നുള്ള ഒരു സന്തോഷം ഉറപ്പല്ലേ? ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. അതിൽ ഒരുപാട് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കോൺസെപ്റ്റ് ഗോപികയുടെ അടുത്ത് പറഞ്ഞപ്പോ ഗോപിക ആദ്യം പറഞ്ഞു നമുക്ക് കുറെ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അപ്പം
പൊതുവെ പക്ഷെ ഞാനത് പറഞ്ഞെങ്കിലും ഗോപിക പൊതുവെ അധികം ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അവളിങ്ങനെ ഷോപ്പ് ചെയ്യണം, സാരി വാങ്ങണം, അങ്ങനെയൊന്നും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഈ കാര്യം ഗോപിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് ബാധുക്ക വന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് കുറേ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഗോപികയും കൂടി ഇവിടെ വേണമായിരുന്നു. ഗോപികയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഡെഫിനറ്റ്ലി അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സെയിലിന്റെ ഭാഗമാവാൻ തീർച്ചയായിട്ടും നല്ല താല്പര്യമുണ്ട്. ഒരിക്കലും ഇതൊരു സെയിൽ എന്നതിലുപരി നമ്മൾ വാങ്ങുന്ന ആ ഒരു സാരിയിലൂടെ ഒരു വ്യക്തിക്ക് ഒരു ഭൂമി എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ ഇതിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ടല്ലോ അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ്. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ളൊരു വസ്ത്രം വാങ്ങുമ്പോൾ വേറൊരാൾക്ക് അടിസ്ഥാനമായിട്ടുള്ളൊരു പാർപ്പിടം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ്. എന്തായാലും അതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ജീപി ചേട്ടൻ ഇത്രയധികം സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും വ്യക്തമാകുന്നത്, അത്രയും തീവ്രമായി അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പദ്ധതിയെ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇനിയുള്ള യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് വാക്ക് തന്നു കഴിഞ്ഞതിനൊരു പ്രത്യേക കയ്യടി അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെയിലോട് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജീപി ചേട്ടൻ ഇവിടെ നിന്ന് പറയുമ്പം ബിന്ദു ചേച്ചി സായി ചേട്ടൻ്റെ ചെവിയിൽ സാരി വാങ്ങാതാണ് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ എന്തായാലും അവിടെ നിന്നും ഒരു സെയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പം ഒത്തിരി സ്നേഹം. ആൻഡ് ഈ ഒരു വേദിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഗോവിന്ദ് പത്മസൂര്യയെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മളെ പൊന്നാട അണിയിച്ച് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ആദരിക്കുകയാണ്. സോ ഐ റിക്വസ്റ്റ് ഹിം. താങ്ക് യു വെരി മച്ച് ആൻഡ് പ്ലീസ് ബി സീറ്റഡ് ഓവർ ദെയർ. ഒരുപാട് സന്തോഷം. ആൻഡ് അടുത്തതായി നമ്മളിങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ എങ്ങനെ ഇത് എല്ലാവരിലേക്കും എത്തിക്കും? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരിൽ നിന്നും മാധ്യമങ്ങളിലൂടെ അറിയുമെങ്കിൽ പോലും കേരളത്തിലുടനീളമുള്ള ഭൂമി ഇല്ലാത്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് നമ്മൾ 500 പേർക്ക് ഈ ഭൂമി വാഗ്ദാനം നൽകുന്നത്. 500 പേർക്കാണ് നമ്മൾ ഭൂമി നൽകുന്നത്. അപ്പം ഓഗസ്റ്റ് 15 മുതലാണ് അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നത് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം ഇവിടെയുള്ളവരിൽ നിന്നും പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു പക്ഷേ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിഷ്പക്ഷമായ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഞങ്ങളുടെ മീഡിയ പാർട്ണറായിട്ട് വന്നതെന്നത് ഒരുപാട് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നേ ദിവസം ഈ വേദിയെ ധന്യമാക്കി തീർക്കുവാനായി റിപ്പോർട്ടർ ടിവിയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So I would like to welcome Mr. Rajiv on stage. റിപ്പോർട്ടർ ചാനലിനെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അപ്പോൾ ഈ ഒരു സംരംഭവുമായിട്ട് ബാദുഷ നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. പക്ഷേ MD ആൻഡ്രൂസറെ കണ്ടു, സംസാരിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തു. റിപ്പോർട്ടർ ചാനല് ഈ നല്ല സംരംഭത്തിന് കൂടെ നിൽക്കുമെന്ന് ഒരു സംശയമില്ലാതെ നമ്മൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭൂമി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഞാൻ പോലും ഒരു 3 വർഷം മുൻപാണ് ഒരു ചെറിയ വീട് കോഴിക്കോട് വെച്ചത്. അപ്പം അതിൻ്റെ സന്തോഷം എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ സംരംഭത്തിന് ഏറ്റവും മികച്ച പിന്തുണയുമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ 100 വീടുകൾക്ക് വേണ്ട ലാൻഡ് ഇപ്പം നമ്മൾ റിപ്പോർട്ടർ ചാനലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സംരംഭത്തിന് കൂടെ വന്ന മറ്റുള്ള ആൾക്കാരോട് ഞങ്ങൾ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. And thank you very much, sir. And kindly please stay on the stage. വേദിയിൽ തന്നെ നിൽക്കാനായിട്ടും ഞങ്ങളുടെ ഈ ഒരു സ്നേഹം ഒരു പൊന്നാടയായിട്ട് അദ്ദേഹത്തിന് നൽകുകയാണ്. എല്ലാവിധ ഇന്ന് തുടങ്ങി ഇനി അങ്ങ് തുടർന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു വലിയ ഭാഗമായി നിൽക്കുന്നതിന്, ഞങ്ങളെ സ്വീകരിച്ചതിന് ഈ ഒരു വേദിയിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചു കൂടിക്കൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനത്തോടു കൂടി പൊന്നാട അണിയിച്ച് നൽകിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് പ്ലീസ് ഈ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 2 പേരോട് പറഞ്ഞതും ഇവിടെയല്ല, കേരളവും കടന്നങ്ങ് ചെന്നൈ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം ഇതിനു വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന 2 വ്യക്തികളെ വേദിയിൽ ആദരിക്കുകയാണ്, പൊന്നാട നൽകി ആദരിക്കുന്നു. സോ 2 പേരും രാഹുൽ ചേട്ടന്റെ വീഡിയോസിലൂടെയൊക്കെ ഞങ്ങൾ ആ മനോഹരമായ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടനി തന്നെ തുടങ്ങാം അല്ലേ? 2 പേരും എന്തായാലും ആശംസ പറയണം, പക്ഷെ ചേട്ടനിന്ന് തുടങ്ങാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ചേച്ചി, ഗോവിന്ദേട്ട, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ബാദുക്കയാണ് വിളിക്കുന്നത്. എല്ലാവരെയും വിളിച്ച പോലെ ബാദുക്ക തന്നെയാണ് ഞങ്ങളെയും വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേട്ടപ്പോൾ തന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ആലോചിക്കുകയായിരുന്നു. അതായത് വസ്ത്രം നൽകി പാർപ്പിടം നൽകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഒരുപാട് നമ്മളിപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത് ഈ പറഞ്ഞ പോലെ കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വരിക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു രീതിയിലൊരു പ്രോജക്റ്റ് വരിക എന്ന് പറയുന്നത്, അതിലൊരു ഭാഗമാവാൻ കഴിയുന്നത്, ചെറുതാണെങ്കിൽ പോലും ഒരു ഭാഗമാവാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വലിയൊരു സക്സസ് ആവട്ടെ. എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകൾ പണിത് നൽകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പെട്ടെന്ന് നിർത്താൻ വേണ്ടി പെട്ടെന്ന് മൈക്കെടുത്ത നമസ്കാരം എല്ലാവർക്കും. ലാൻഡ് ഫോർ സ്കോപ്പ് അല്ല, പക്ഷെ അതൊരു സ്കോപ്പാണ്. ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും. അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണിത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന്. തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നതായിരിക്കും. അതെ, അങ്ങനെ തന്നെ ഞാനും സന്തോഷമായിട്ട് അതിന്റെ ഒരു പാർട്ടാവുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ശ്രീവിദ്യ. അതുപോലെ തന്നെ സംഭവിക്കട്ടെ കേട്ടോ. നമ്മൾ ഒരുപാട് സ്കാനേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. സാരി നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാരി കളക്ട് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് അവരെ രണ്ടുപേരെയും നമ്മളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം പൊന്നാടി അണിയിച്ച് നൽകിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അല്ലെങ്കിൽ നമ്മൾ വേഗം വിളിച്ചു പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ദ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രോമിനന്റ് ഡാൻസർ, ഇൻഫ്ലുവൻസർ, ആർട്ടിസ്റ്റ് നാദിറ മെഹറിനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ്, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞാനും ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം വീടൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പം സ്ഥലം വാങ്ങിച്ചതിൻ്റെ വീട് വെച്ചതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറേ അധികം അനുഭവിച്ച ആളാണ്. അപ്പം ഇതുപോലെ അർഹരായ ആളുകളുടെ അടുത്തേക്ക് സ്ഥലം എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വേദിയിൽ നിൽക്കാനും ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചത് ഉറപ്പായിട്ടും ബാദുഷയ്ക്കാർക്കും ഇതിൻ്റെ സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുറെ അധികം പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലേ. പ്രത്യേകിച്ച് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. മാത്രമല്ല ഞങ്ങള് സോഷ്യൽ മീഡിയയിലൂടെ നാദറയുടെ പുതിയ സാരികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ വീണ്ടും നാദറ ഇവിടെ നിന്നൊരു സാരി വാങ്ങല്ലേ, വാങ്ങിയിട്ടല്ലേ പോളൂ. യെസ്, താങ്ക് യു. ആൻഡ് നാദറയ്ക്ക് ഇവിടെ പൊന്നാടായിട്ട് നൽകുന്നതിന് വേണ്ടി നമ്പീശൻ ചേട്ടനെയും ബാധുക്കയും ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് നാദിറ. ആൻഡ് അടുത്തതായി നമ്മുടെ വീട്ടിലെ രുചി നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് വീണ്ടും എത്തിക്കുന്ന ഒരു വിമൻ ഓൺട്രപ്രണറിനെയാണ് ഞാൻ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഏറ്റവും ഒരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന അതേ വിശ്വസ്തയോട് കൂടി നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുവാൻ സാധിക്കുന്ന ഹോം മെയ്ഡ് പിക്കിൾസ് ആൻഡ് സ്പൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ സിംഗിൾ ബോബനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സിംഗിൾ ബോബൻ ഓൺ സ്റ്റേജ്. ആൻഡ് സിംഗിൾ ബോബന് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരാൻ. കാരണം കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കോതമംഗലത്ത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കാരണം 2 മാസം മുന്നേ ആണ് ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇവിടെ എടപ്പള്ളിയിൽ ഉണിച്ചിറയിൽ തുടങ്ങിയത്. ഇപ്പൊ രണ്ടാമത്തെ ഔട്ട്ലെറ്റുമായി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സന്തോഷമുള്ള ഒരു വേദിയിലാണ് നിൽക്കുന്നത്. സോ ഒരു 2 വാക്ക് ആശംസ. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത്, ഇത്രയും ആളുകളുടെ ഇടയിൽ. സായി ചേട്ടാ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചാണ്. ചേച്ചി സന്തോഷം കാണാൻ പറ്റിയതിൽ. പിന്നെ എൻ്റെ ഗുരുവായൂരപ്പ ഇത് സക്സസ് ആക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേർക്ക് വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണല്ലോ. എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമല്ലേ. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാവർക്കും ഒരു വീട് എൻ്റെയും സ്വപ്നമാണ്. ഞാനും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാദുഷ, പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ പേടിച്ചു പോയി, എന്നോട് പറഞ്ഞില്ല സ്റ്റേജിൽ വരണമെന്ന്. ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ സത്യം എനിക്ക് വിറയ്ക്കുന്നു, കടങ്കയായി പോയി. അതുകൊണ്ട് എൻ്റെ ചക്കരയുടെ
ഒരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ എന്റെ ചക്കരകളിൽ നിന്നൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നത്. പറഞ്ഞോ, ധൈര്യമായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ സിംഗിൾ ബോബൻ നല്ലൊരു അഭിനേത്രിയും കൂടിയാണ്. പക്ഷെ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ബിന്ദു ചേച്ചിയുടെ എക്സ്പ്രഷൻ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ബിന്ദു ചേച്ചി അവിടെ നിന്ന് പറഞ്ഞോണ്ട് കൂടി ഇരിക്കാം. ബാക്കി കണ്ടിന്യൂ ചെയ്തോ. ഭയങ്കര സന്തോഷമായിട്ടാ സായിച്ചേട്ടാ ഒന്നുകൂടെ പറയാൻ കാണാൻ പറ്റിയത്. എല്ലാവരോടും കേട്ടോ നന്ദി. എല്ലാവരും വീഡിയോയിൽ അല്ല എങ്ങനെയെങ്കിലും ഒക്കെ ഇത് എല്ലാവരിലേക്ക് എത്തിച്ച് ഒരുപാട് പാവങ്ങൾക്ക് വീടില്ലാതെ സ്ഥലമില്ലാതെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു യൂട്യൂബ് നടത്തുന്ന സ്ത്രീകളാണ് എൻ്റെ കൂടെയുള്ള അവര്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഓരോരുത്തരും കഷ്ടങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കും ഇങ്ങനെ കുറേ പേര് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്ന. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിക്കുകയാണ് എൻ്റെ ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനെ. താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു ശ്രീ ഗണപതി ഗ്രൂപ്പിന് ഒരു ഗുരുവായൂരപ്പന്റെ കൂടെ ഒരു കൂടുതൽ ബലം ഞങ്ങൾ ഇവിടെ നൽകിയിരിക്കുകയാണ്. വേദിയിലെ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മികവ് തീർക്കുന്ന ഏതൊരു സ്ത്രീയും സുന്ദരിയായിട്ട് ഇരിക്കുക എന്നുള്ളൊരു വലിയ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകുന്ന റൂമ പെർമനന്റ് കോസ്മെറ്റോളജിയുടെ CEO റൂമ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ റൂമയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം റൂമ കോസ്മെറ്റോളജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. US ബേസ്ഡ് കോസ്മെറ്റോളജിസ്റ്റ് ആണ് റൂമ. ആൻഡ് റൂമയുടെ കൊച്ചിയിലെ 2ാമത്തെ ഷോറൂം ഓൾറെഡി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 4ാമത്തെ ഷോറൂമാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത ബാദുക്ക് ഞാൻ വലിയൊരു താങ്ക്സ്. പിന്നെ ഇങ്ങനെയൊരു സംരംഭം എന്ന് കേട്ടപ്പം എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന പോലും എല്ലാവരും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പാർപ്പിടം. അപ്പം അതിന് ഇല്ലാത്തവർക്ക് ഇതേപോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസുമായിട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു സംരംഭം വലിയൊരു സക്സസ്ഫുൾ ആയി തീരട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു വലിയ പദ്ധതിയിലേക്ക് കയറി വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ വെച്ചു കൊടുത്തിട്ടില്ല, അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ സാരി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. ഇതൊക്കെ 2-3 സാരി ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും. ബാധക എന്തായാലും ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ബാധകോട് അത്ര വലിയ അഭിപ്രായമില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു സീരിയലിൽ ഇതേടെ എൻ്റെ കെട്ടിയോളം അടിച്ചു മാറ്റി. പിന്നെ എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ പുള്ളി അടുത്ത ആഴ്ച 2-3 ആഴ്ച കഴിയുമ്പോൾ ദുബായിക്ക് പോകുന്നു പറഞ്ഞു. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മഴ തോരും മുമ്പേ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ സീരിയലിലെ കാര്യമാണ് പറഞ്ഞത്. സോ എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഈ പരിപാടി വിജയകരമായിട്ട് തീരട്ടെ. സാരി മേടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ കുറേ സാരി എന്തൊക്കെ മേടിച്ചു കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. വീട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് ഏത് ഒരാൾക്കാരെക്കാളും മലയാളികൾക്ക് ഒരു സ്വപ്നമാണ്. ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഇത്തരത്തിലൊരു മുൻപോട്ടേക്ക് വന്ന ഒരു ചിന്ത അത് ഭയങ്കര വലുതാണ്. എന്തായാലും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ. താങ്ക് യു വെരി മച്ച്. നിങ്ങളെയും ഈ ഒരു വേദിയിൽ ഏറ്റവും സ്നേഹം ഞങ്ങൾ നൽകിക്കൊണ്ട് പൊന്നാട നൽകി ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്നേഹത്തിന്റെ ഭാഗമായതിൽ. റോമചേട്ടൻ 3-4 സാരികളൊക്കെ വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ സന്തോഷം അതിൽ കൂടുതലാണ് എന്നുള്ളതിൽ ഒരുപാട് നന്ദി പറയാണ്. അത് പൊന്നാട് ഞങ്ങൾക്ക് ശരിക്കും സാരിയാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആൻഡ് അടുത്തതായി വേദിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നയൻതാര ചക്രവർത്തിയാണ്. സോ ലെറ്റ് മീ വെൽക്കം അറൗണ്ട് ടു ദി സ്റ്റേജ്. അപ്പം കൃത്യമായിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നയൻതാര വന്ന് ചേർന്നിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ബേബി നയൻതാര എന്ന് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പൊ നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് നയൻതാര ചക്രവർത്തിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്, സ്വന്തമായിട്ട് ഒരു ഭൂമി, വീട്. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എ റൈറ്റ്, എവ്രി വൺ ഡിസേർവ്സ് എ ഹൗസ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ലാൻഡ് ഫോർ ഹോപ്പ്.
അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് എവരിവൺ ബൈസ് എ സാരി. താങ്ക് യു. Thank you very much. And I request Nambishan Jain and Baduka ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ പിന്നാടെ എണീക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് രണ്ടുപേരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ആൻഡ് ഇനി ഇന്നത്തെ ദിവസം ഒരു പക്ഷേ സാരി ഉടുക്കാൻ പ്രായമായില്ലെങ്കിൽ പോലും അതിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു മോളാണ് കേട്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വൃത്തിക്കുട്ടി. ആൻഡ് വൃത്തിക്കുട്ടിയുടെ അച്ഛൻ വിശാൽ, അദ്ദേഹം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും ആണ് ഈ ഒരു വേദിയിലേക്ക് എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുന്ന. ഐ റിക്വസ്റ്റ് ടു വിശാൽ ആൻഡ് വൃതി വിശാൽ ഓൺ സ്റ്റേജ്. ഏറ്റവും ബഹുമാനത്തോടു കൂടെ, കാരണം ഞങ്ങൾ റീലിലൊക്കെ വൃതി നല്ല സുന്ദരി കുട്ടിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇവിടെ വരുന്നത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു വൃത്തിക്കുട്ടി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ വൃത്തിക്കുട്ടിക്ക് മാത്രമല്ല നമ്മളുടെ ചേച്ചിക്കും സാരിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകണം കേട്ടോ, എന്താണ് പറയാനായിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വേദിയിൽ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഇവിടെ ആദരിക്കുകയാണ്. അപ്പൊ ചങ്കുകളെ, ഇനി ഞാൻ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നത് നമ്മളുടെ ദാസേട്ടൻ കോഴിക്കോടിനെയാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും സുദിനമായൊരു ദിവസമാണ്, സുദിനമായൊരു വേദിയാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ, നമ്മളെ സായി ചേട്ടനും ബിന്ദു ചേച്ചി, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന രണ്ട് പ്രതിഭകളാണ്. കാണാൻ പറ്റി, വലിയ സന്തോഷം. അതുപോലെ തന്നെ ജി പി, എൻ്റെ ഒരു ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു ജി പി ആങ്കറായിട്ടുള്ള, അതിനും പങ്കെടുക്കാൻ പറ്റി. ജി പി രണ്ടാമതും കാണാൻ പറ്റി. നാദിറ, ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ കാണാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യാണ്. ജോലി, സിനിമ, സോഷ്യൽ മീഡിയ, ഇത് മൂന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ്. ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല, സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല, സിനിമ കഥാപാത്രം കിട്ടിയ വേഗം പോകണം. അങ്ങനെ ഒരു തപ്പിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത്. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ വൈഫ് പറഞ്ഞ ഞായറാഴ്ച ദിവസങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് മഞ്ജു ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും, ബാദുക്ക വിളിച്ചാൽ പോകും. അങ്ങനെ അതും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ്, നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു, പങ്കെടുക്കാൻ പറ്റി. നാളെ രാവിലെ തന്നെ കോഴിക്കോട് പോകും. അവിടെ പോയി KSEBയിൽ രാവിലെ എത്തിയില്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കണം. എന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗമാക്കാം. ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടാനുള്ള ജീവിതത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി വിളിക്കുന്ന പാനി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റി. അപ്പം സുഹൃത്തുക്കളെ, എല്ലാവരും ഇതിൽ ഭാഗമാക്കുക, ഞാനും ഇതിൽ ഭാഗമാക്കുന്നതായിരിക്കും. അപ്പം വേറൊന്നും ഈ വൈകിയ വഴിയിൽ പറയില്ല. അപ്പം എൻ്റെ നിറഞ്ഞ സന്തോഷത്തോടെ പൊളിക്കാൻ ചങ്കുകളെ പൊളിച്ചെടുക്കുക. താങ്ക് യു. അപ്പം താങ്ക് യു ചങ്ക്. ആൻഡ് ഇവിടെ ചങ്കിനൊരു പൊന്നാട നൽകി ഞങ്ങളുടെ സ്നേഹം ഇവിടെ നൽകുകയാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച്. ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരുപാട് നല്ല സിനിമകൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ച അഭിലാഷ് പിള്ള അദ്ദേഹവും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോട് കൂടുതൽ അദ്ദേഹത്തെയും ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഞാൻ വേദിയിലേക്ക് നമ്മളുടെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ജി പി ചേർന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഗോപിജി ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഭയങ്കര സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു അംബാസിഡർ കൂടെയാണ് നമ്മളുടെ ഈ ഒരു പദ്ധതിയുടെ. എന്താണ് ഈ മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? എനിക്ക് ഇന്നൊരു എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേ ആണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മൂവി ചെയ്തു. അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലുമോൾ വെച്ച്. അത് കാരണമാണ് ലേറ്റ് ആയത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുന്നു. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഭക്ഷണം, വെള്ളം, ഷെൽട്ടർ.
അത് ഒരു എല്ലാവരുടെയും ഒരു നെസസിറ്റി ആണ്. അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു, അത് വലിയൊരു എന്താ പറയുക പുണ്യപ്രവൃത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞതിലൊരു എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം ഇവിടെ പറഞ്ഞു ഗോപിക്ക് ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. സോ അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ജി പി ആണ്. അപ്പൊ ജി പിനെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജി പി ചേട്ടൻ ഓൺ സ്റ്റേജ്. ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ ക്ഷണിക്കുകയാണ്. അതേ ഇവിടെ പറഞ്ഞു വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോപിയുടെ ലൈഫിൽ ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സന്തോഷമുള്ള ദിവസമാണ്. സിനിമ വരുന്നു, ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുന്നു. പറഞ്ഞു സോ അഗൈൻ നമുക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ ഫേസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ആസ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ്, ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങളെ ഓർത്ത് ക്ഷണിച്ച് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കിയതിൽ ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വലിയ സന്തോഷത്തിലാണ്. പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലുവിൽ. വലിയൊരു ക്രൗഡിനിടയിൽ ഞാനും ഗോപിക്ക് ഓടി ഇറങ്ങി. കാരണം എൻ്റെ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ബാധിക്കാൻ ഇതിൻ്റെ പേരിലാണ് അഡ്വാൻസ് വരായിരുന്ന ഞാൻ ഓടി വരും. ബാധിക്കവിടെ ഞാൻ എത്തി. അപ്പം ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി എൻ്റെ അടുത്തൊരു ഒരാഴ്ച മുന്നെയാണ് ബാധിക്കയും അശ്വതിയും ഇവരെല്ലാം പറയുന്നത്. കേട്ടത് തന്നെ ഭയങ്കര ഒരു നന്മയുള്ള പദ്ധതി. തീർച്ചയായിട്ടും എൻ്റെ ഭാഗമായി ഞാനും ഉണ്ട്. എനിക്ക് സാരി വാങ്ങിക്കാൻ എൻ്റെ വീട്ടിൽ കുറേ സ്ത്രീജനങ്ങളുണ്ട്. അതിൽ വളർന്നു 2 പെൺപിള്ളേരും ഉണ്ട്. ബാക്കി അവർ സാരി എടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഞാനതിൻ്റെ ഭാഗമായിരിക്കും. അപ്പം തന്നെ ഇതുവഴി കുറേ ആളുകൾക്ക് സ്ഥലം കിട്ടുക അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റുക, എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ നന്മ ഈ ചെയ്യുന്ന ഇവർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു വലിയ വിജയമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ മുഖമുദ്രയായി കണ്ട ജി പിയും ഗോപിയും, കാരണം നല്ല മനസ്സുള്ളവരാണ് എന്നും നല്ലത് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനൊപ്പം കൂടിയിരിക്കുന്ന എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു വലിയ വിജയമാവട്ടെ. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യം ഇരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് സാഹിത്യം. എനിക്ക് സാഹിത്യത്തില്ല. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് സാഹിത്യത്തിൽ വന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഒരുപാട് വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നടനാണ്. എൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഇതുവരെ സാഹിത്യത്തെ വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരാഗ്രഹം പറയുകയാണ് സാഹിത്യേട്ടൻ. എനിക്ക് ആ പഴയ സാഹിത്യേട്ടനെ ഒരു മാസ് വില്ലൻ ക്യാരക്ടറായിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ ഉടനെ സാഹിത്യേട്ടനോട് ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഈ മീഡിയക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരൊന്നും ഇങ്ങനെ 2 വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്തായാലും കൊച്ചി നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുന്ന മീഡിയാസിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളോടും നന്ദി പറയുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാവരോടും നല്ല വിശപ്പുണ്ട്. കാരണം ഇനി 10 മണിക്ക് ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട് ഈ സുമതിയുള്ള ടീമിൻ്റെ വക. അപ്പം അതുകൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇപ്പം ബാധിക്ക ആവശ്യത്തിന് ഞാൻ തള്ളിയിട്ടുണ്ട് പോലെ ബാധിക്കാൻ പറ്റി പറയണല്ലോ. ഒരു പുള്ളിക്കില്ലാത്ത എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു വേണം കോവിഡ് സമയം മുതൽ ഈ മനുഷ്യനെ നമ്മൾ മലയാളികൾ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങിയാണ്. കാരണം എനിക്ക് ആ സമയത്ത് ഓർമ്മയുണ്ട് ബാധിക്കാൻ വിളിച്ചേടാ ഒരു 10 സ്ഥലത്തേക്ക് ഫുഡിൻ്റെ കാര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷം നമുക്ക് ചെയ്യാൻ തോന്നും. കാരണം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് വളരെ കുറച്ച് പേർക്കേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നേ നിൽക്കുന്നതിന് ബാധിക്ക അതുപോലെ അശ്വതി നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഞാനുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.